വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസ്സുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 8th സെമസ്റ്റർ സോഷ്യൽ ആൻഡ് പ്രിവെൻറ്റീവ് ഫാർമസിയിലെ കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസീസ് പ്രിവെൻഷൻ ഹെൽത്ത് ത്രെഡ്സിനും അതിൻ്റെ ഹാംഫുൾ കോൺസിക്വൻസസിനൊക്കെ പബ്ലിക്കിനും ഇൻഡിവിജ്വൽസിനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഡിസീസ് പ്രിവെൻഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മെയിനായിട്ടും ഡിസബിലിറ്റി, പ്രിമച്വർ ഡെത്തിൻ്റെയൊക്കെ ചാൻസ് ഇൻക്രീസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടേഴ്സിനോടുള്ള എക്സ്പോഷറിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുന്ന ആക്ഷൻസ് ആണ് കൂടുതലായിട്ടും ഡിസീസ് പ്രിവെൻഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ഡിസീസ് പ്രിവെൻഷനിൽ 4 ലെവൽസ് ആണുള്ളത്. പ്രിമോർഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ. ഫസ്റ്റ് വൺ ആണ് പ്രിമോർഡിയൽ പ്രിവെൻഷൻ. പ്രിമോർഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എമർജൻസിന് മുൻപ് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന ആക്ഷൻസും മെഷേഴ്സും ആണ് എന്ത് പ്രിമോർഡിയൽ പ്രിവെൻഷൻ. ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ, എക്കണോമിക്കൽ, സോഷ്യൽ, ബിഹേവിയറൽ, കൾച്ചറൽ കണ്ടീഷൻസിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അഡോപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽസിനെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് പ്രിമോർഡിയൽ പ്രിവെൻഷൻ്റെ ഒബ്ജക്റ്റീവ്. എക്സാമ്പിളാണ് ഇപ്പോൾ ചിൽഡ്രൻ്റെ കേസിൽ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, ജങ്ക് ഫുഡ് കൺസംഷൻ, സെഡൻറ്ററി ബിഹേവിയർ പോലെയുള്ള അൺഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടാവുന്നതിന് മുൻപ്, ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാം. അതാണ് പ്രിമോർഡിയൽ പ്രിവെൻഷൻ്റെ ഒരു എക്സാമ്പിൾ. ഇതിൻ്റെ മെയിൻ ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ലെവലിലും കമ്മ്യൂണിറ്റി ലെവലിലും ഹെൽത്ത് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുക, ഹെൽത്തി സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസിനെ പ്രൊമോട്ട് ചെയ്യുക. അത്രയാണ് പ്രിമോർഡിയൽ പ്രിവെൻഷൻ. അടുത്തത് പ്രൈമറി പ്രിവെൻഷനാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസീസിൻ്റെ ഓൺസെറ്റിന് മുൻപ് തന്നെ അതിന് എഗെയിൻസ്റ്റുള്ള ആക്ഷൻ എടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഡിസീസ് ഒക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റീനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസീസിൻ്റെ ഓൺസെറ്റിന് മുൻപ് തന്നെ അതിനെതിരെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ആക്ഷൻ എടുക്കുക. ഇതിൻ്റെ സ്റ്റേജ് പ്രീ പാത്തോജനസിസ് ഫേസ് ആണ്. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ, പ്രോപ്പർ ന്യൂട്രീഷൻ, പേഴ്സണൽ ഹൈജീൻ കീപ്പ് ചെയ്യുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അതാണ് പ്രൈമറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി സ്റ്റേജിൽ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസോ ഫെർദർ ആ ഡിസീസിൻ്റെ പ്രോഗ്രസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുന്നതിനെയാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുക. പെർമനൻറ്റ് ഡാമേജ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇയർലി ഡയഗ്നോസിസും പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റുമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് പ്രോഗ്രഷനെ സ്റ്റോപ്പ് ചെയ്യുക, ഇത് അറസ്റ്റ് ചെയ്യുക, ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യുക ബൈ ട്രീറ്റിംഗ് അൺറെക്കഗ്നൈസ്ഡ് കേസസ്, റിവേഴ്സ് കമ്മ്യൂണിക്കബിലിറ്റി ഇൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെയാണ് മെയിനായിട്ടും സെക്കൻഡറി പ്രിവെൻഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. എക്സാമ്പിളാണ് സ്ക്രീനിങ് പ്രോഗ്രാം ആയിട്ടുള്ള BP ചെക്കിങ്, മാമോഗ്രഫി ഒക്കെ, അതുപോലെ റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്, ഇയർലി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ലാസ്റ്റ് വൺ ആണ് ടെർഷ്യറി പ്രിവെൻഷൻ. ഒരു ഡിസീസ് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന മെഷേഴ്സാണ് ടെർഷ്യറി പ്രിവെൻഷൻ. ഡിസബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇറിവേഴ്സിബിൾ കണ്ടീഷൻസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മെയിനായിട്ട് ടെർഷ്യറി പ്രിവെൻഷൻ എയിം ചെയ്യുന്നത്. ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനും ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ഫിസിയോതെറാപ്പി ഫോർ സ്ട്രോക്ക് പേഷ്യൻസ്. അതായത് ഓൾറെഡി സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസിന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ അതിൻ്റെ ഡിസബിലിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യും. അത് ഇതിനൊരു എക്സാമ്പിളാണ്. ഡിസേബിൾഡ് പേഴ്സൺസിനുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങും ഇതിന് എക്സാമ്പിളാണ്. ഇനി ടെർഷ്യറി പ്രിവെൻഷനിൽ നമ്മൾ പറഞ്ഞു ഫോക്കസ് എന്താ? ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനും ആണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഡിസബിലിറ്റി ലിമിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ടെർഷ്യറി പ്രിവെൻഷനിൽ വരുന്നതാണ്. ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് ടേം പഠിക്കാനുണ്ട്. ഇമ്പയർമെൻറ്റ്, ഡിസബിലിറ്റി, ഹാൻഡിക്യാപ്പ്. ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ, അനാട്ടമിക്കൽ സ്ട്രക്ചറിലോ ഫങ്ഷനിലോ വരുന്ന എന്തൊരു ലോസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റീനെ ഇമ്പയർമെൻറ്റ് എന്നാണ് പറയുക. എക്സാമ്പിളാണ് ലോസ് ഓഫ് വിഷൻ, പാരലൈസിസ്, ഡാമേജ്ഡ് ഓർഗൻ ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഉള്ള എബിലിറ്റി ഇല്ലായ്ക, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു റെസ്ട്രിക്ഷൻ, അതിനെയാണ് എന്ത് പറയുക? ഡിസബിലിറ്റി എന്ന് പറയാം. എക്സാമ്പിൾ നടക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതിരിക്കുക, കേൾവി കുറവുണ്ടാവുക, ഇതൊക്കെ ഒരു ഡിസബിലിറ്റിയാണ്. അടുത്തത് ഹാൻഡിക്യാപ്പ് ആണ്. ഹാൻഡിക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോർമൽ റോൾ ഫുൾഫിൽമെൻ്റ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസഡ്വാൻറ്റേജ് ആണ് എന്ത് ഹാൻഡിക്യാപ്പ്. അതായത് എക്സാമ്പിൾ ബ്ലൈൻഡ്നെസ്, മിസ്സിംഗ് ലെഗ്, സ്പീച്ച് ഡിഫക്റ്റ്, ഇതൊക്കെ ഹാൻഡിക്യാപ്പിൽ വരുന്നതാണ്. ഇതിനെ നമുക്ക് ആർട്ടിഫിഷ്യലി ഇമ്പോസ് ചെയ്യാനും പറ്റും. അതായത് സ്പോർട്സിലൊക്കെ കോമ്പറ്റീഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്പോർട്സിലൊക്കെ ഹാൻഡിക്യാപ്സ് ആയിട്ട് ആർട്ടിഫിഷ്യലി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസബിലിറ്റി ലിമിറ്റേഷനിൽ ഇമ്പയർമെൻറ്റ് എന്താണ്, ഡിസബിലിറ്റി എന്താണ്, ഹാൻഡിക്യാപ്പ് എന്താണെന്ന് പറഞ്ഞു. അടുത്തത് റീഹാബിലിറ്റേഷൻ ആണ്. റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻ്റർവെൻഷൻസ് ആണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫങ്ഷനിങ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡിവിജ്വൽസിൽ ഡിസബിലിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിൻ്റെ ഒപ്പം അവരുടെ എൻവയോൺമെൻറ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് ആ സെറ്റ് ഓഫ് ഇൻ്റർവെൻഷൻസിനെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുക. ഹെൽത്ത് കെയറിൽ ഇതിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജിൽ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. ഡിസീസിനും ട്രീറ്റ്മെൻറ്റിനും പാലിയേറ്റീവ് കെയറും ഇതിനൊക്കെ മെയിനായിട്ട് എന്താ കോംപ്ലിമെൻറ്റ് പ്രൊമോഷനാണ് ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. റീഹാബിലിറ്റേഷൻ തന്നെ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, സോഷ്യൽ റീഹാബിലിറ്റേഷൻ, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ. മെഡിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ ഫങ്ഷൻസിനെ റീസ്റ്റോർ ചെയ്യാണ് ചെയ്യുക. എക്സാമ്പിളാണ് സ്ട്രോക്കിന് ശേഷം ചെയ്യുന്ന ഫിസിയോതെറാപ്പി, സർജറി, പ്രോസ്തെറ്റിക്സിനൊക്കെ ശേഷം ചെയ്യുന്ന ഫിസിയോതെറാപ്പി ഇതിന് എക്സാമ്പിളാണ്. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റിലെ സ്കിൽസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുക. എക്സാമ്പിളാണ് സ്കിൽ ട്രെയിനിങ്ങും വർക്ക് പ്ലേസ് അഡാപ്റ്റേഷൻസും ഒക്കെ. സോഷ്യൽ റീഹാബിലിറ്റേഷൻ ഉണ്ട്, അതായത് സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലോട്ട് റീഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് നീഡ്സിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ. സക്സസ്ഫുൾ പ്രിവെൻഷൻ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്ന്, ഡൈനാമിക്സ് ഓഫ് ട്രാൻസ്മിഷൻ, അതായത് എങ്ങനെയാണ് ഒരു ഡിസീസ് പോപ്പുലേഷനിൽ സ്പ്രെഡ് ആവുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ സക്സസ്ഫുൾ ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നോളേജ് ഓഫ് കോസേഷൻ, അതായത് ഒരു ഡിസീസ് കോസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്, ബയോളജിക്കൽ ആണോ, എൻവയോൺമെൻറ്റൽ ആണോ, സോഷ്യൽ ആണോ, അതിനെ പറ്റിയിട്ടുള്ള അറിവ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് റിസ്ക് ഗ്രൂപ്പ്സ്, റിസ്ക് ഫാക്ടേഴ്സിനെയും റിസ്ക് ഗ്രൂപ്പിനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും പ്രിവെൻറ്റീവ് മെഷേഴ്സിനെ ഓർഗനൈസ് ചെയ്യുക, അതേപോലെ ഇയർലി ഡിറ്റക്ഷൻ മെഷേഴ്സിനൊക്കെ അവൈലബിലിറ്റി, ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ്, കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത്രയും സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ഡിസീസിനെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് കോൺസെപ്റ്റ് ഓഫ് ഡിസീസ് പ്രിവെൻഷൻ. എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു. ലെവൽസ് ഓഫ് പ്രിവെൻഷനിൽ പ്രിമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെറിഷറി പ്രിവെൻഷൻ. ടെറിഷറി പ്രിവെൻഷനിൽ തന്നെ ഡിസബിലിറ്റി ലിമിറ്റേഷനും റീഹാബിലിറ്റേഷനിൽ നമ്മൾ 4 ടൈപ്പ് നോക്കി. ഡിറ്റർമിനൻസ് ഓഫ് ഡിസീസ് പ്രിവെൻഷനും കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.